അപ്പോൾ ഈ ഇരുണ്ട കാലം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്ന സമയത്ത് വി.ഡി. സതീശനോട് പൊതുസമൂഹത്തിൽ നിന്ന് വരുന്ന ഒരു ചോദ്യം കൂടിയുണ്ട്. ആ ഇരുണ്ട കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന ആളുകളെ ഒക്കെ ഇനി വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുമോ എന്നത്. ആരോഗ്യരംഗത്തെ ആ സമയത്ത് അഴിമതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര അഴിമതിയായിരുന്നു. എന്തൊരു അഴിമതിയായിരുന്നു. അതിനുശേഷം പിന്നീട് വി.എസ്. ശിവകുമാർ ആരോഗ്യമന്ത്രിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തെല്ലാം ആരോപണങ്ങളാണ് നേരിട്ടത്, അതിനെക്കുറിച്ചും കാർഡ് വരുന്നുണ്ട്. ശബരിമല പാത്രം അഴിമതി ഉണ്ടായിട്ടുണ്ട്, ദേവസ്വം ബോർഡിന്റെ അത് നടന്നിട്ടുള്ള അഴിമതികളുണ്ട്. ഈ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വി.എസ്. ശിവകുമാറിനെ ഈ അടുത്ത കാലത്താണ് കുറ്റവിമുക്തനാക്കിയത്. ശബരിമലയിലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യമായിട്ട് ശബരിമലയിൽ കൊണ്ടുവരുന്ന കാലഘട്ടം കെ.സി. വേണുഗോപാൽ ദേവസ്വം മിനിസ്റ്ററായിട്ടിരിക്കുന്ന സമയത്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ എം.പി. രാജേഷ് മന്ത്രി പറഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് പ്രതികരിക്കാനായിട്ട് ഒരു കോൺഗ്രസ് നേതാവും തയ്യാറായിട്ടില്ല. കെ ബാബുവിന്റെ ബാർക്കോഴയെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമുണ്ടോ? അതെല്ലാവർക്കും അറിയാവുന്ന ഒരു സബ്ജക്റ്റാണ്. അതിന് 6 ഡ്രൈവർമാരെ വെച്ചൊരു മന്ത്രിയാണ് വി.എസ്. ശിവകുമാർ എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തെല്ലാമായിരുന്നു ഈ നാട്ടിൽ നടന്നുകൊണ്ടിരുന്നത്. ഒരഴിമതി കൃത്യമായിട്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തു കൊണ്ടുവരാനായിട്ട് ഈ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടില്ലല്ലോ. നമസ്കാരം. ഇപ്പോൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഇരുണ്ട കാലത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം ഇടതുപക്ഷം ലോഞ്ച് ചെയ്ത ഒരു വെബ്സൈറ്റാണ് ഇരുണ്ട കാലം. യഥാർത്ഥത്തിൽ ആ കഴിഞ്ഞുപോയ ആ ഒരു കാലത്തെക്കുറിച്ച് ഇപ്പോൾ ഓർക്കേണ്ട സാഹചര്യം എന്താണുള്ളത്? അതായത് ഈ ഹരിശ്രീ അശോകനും ദിലീപും കൂടി അഭിനയിച്ചൊരു സിനിമയുണ്ട്. ആ സിനിമയ്ക്കകത്ത് ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. എല്ലാവർക്കും ആ സീൻ ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടാവും. എന്ന് പറഞ്ഞ പോലെയാണ് UDF കടക്ക് പുറത്ത് എന്നൊരു ക്യാമ്പയിനുമായിട്ട് ഒരു കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് അവരുടെ ഒരു സോഷ്യൽ മീഡിയ വർക്ക് ആരംഭിച്ചിരുന്നു. അതിന് ബദലായിട്ടാണ് ഇപ്പോൾ ഇരുണ്ട കാലം എന്ന പേരൊരു വെബ്സൈറ്റ് LDF ആരംഭിച്ചിരിക്കുന്നത്. ഇതിനകത്തിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതിയ തലമുറയ്ക്കൊന്നും അറിയാൻ പാടില്ലാത്ത ഒരു UDF കാലമുണ്ടായിരുന്നു. അത് 2011 മുതൽ 2016 വരെയുള്ള ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള അഴിമതി, ഈ 2011 മുതൽ 2016 വരെ നടന്നിട്ടുള്ള ഭരണത്തെക്കുറിച്ച് നമ്മളാരുമല്ല വിമർശിച്ചേക്കുന്നത്. ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത് നിലവിലത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ വി.ഡി. സതീശനാണ്. അപ്പോൾ ഈ ഇരുണ്ട കാലം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്ന സമയത്ത് വി.ഡി. സതീശനോട് പൊതുസമൂഹത്തിൽ നിന്ന് വരുന്ന ഒരു ചോദ്യം കൂടിയുണ്ട്. ആ ഇരുണ്ട കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന ആളുകളെ ഒക്കെ ഇനി വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുമോ എന്ന്. ആ ഇരുണ്ട കാലത്തിൻ്റെ ഓർമ്മയിൽ അടിച്ചിറക്കി വിട്ടിരിക്കുന്ന ഒരു പോസ്റ്ററിനകത്ത്, നമ്മളെല്ലാ പോസ്റ്ററും നമുക്ക് കാണിക്കാം, ഒരു പോസ്റ്ററിൻ്റെ അകത്തുള്ളത് UDF കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശിൻ്റെ ഫോട്ടോയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് എനിക്കത് 8-10 കാർഡുകളാണ് ഇറക്കിയിരിക്കുന്നത്. ഇതിനകത്ത് മകനെ തിരിച്ചു വരല്ലേ, അടൂർ പ്രകാശ് കുപ്രസിദ്ധ സ്വാമിക്ക് ഭൂമിദാനം, അതിനുശേഷം ഒരു സ്കാനറും കൊടുത്തിട്ടുണ്ട്. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ കിട്ടുമായിരിക്കാം. അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മൾ മറ്റൊരു വീഡിയോയിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. മകനെ തിരിച്ചു വരല്ലേ, PK അബ്ദുറബ് +2 കോഴ മാത്രമാണ്. PK അബ്ദുറബിന്റെ അത്രയും കഴിവുകെട്ട ഒരു വിദ്യാഭ്യാസ മന്ത്രി കേരളം ഇന്നേ വരെ കണ്ടിട്ടുണ്ടോ? പാഠപുസ്തകങ്ങൾ ലഭിക്കാതിരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 2011 മുതൽ 2016 വരെയുള്ളൊരു കാലഘട്ടം എന്ന് പറയുന്നത് സമയം. അന്ന് പുസ്തകങ്ങളൊക്കെ ഏകദേശം ക്രിസ്മസ് പരീക്ഷയുടെ ഒക്കെ സമയത്ത് വരെ നമുക്ക് പുസ്തകങ്ങൾ കിട്ടിയ ടൈം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി. കുട്ടികൾക്ക് അധ്യയന വർഷം തുടങ്ങുന്നതിന് മുന്നേ പുസ്തകങ്ങൾ കയ്യിലെത്തുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലേക്കുള്ള തിരിച്ചുപോക്കിനെയാണ് ഇവിടെ LDF അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അടുത്ത് നമ്മൾ പരിശോധിക്കേണ്ടത് മകനെ തിരിച്ചു വരല്ലേ, വീണ്ടും അടൂർ പ്രകാശിന്റെ പോസ്റ്റ് വരികയാണ്. ആരോഗ്യരംഗത്തെ ആ സമയത്ത് അഴിമതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര അഴിമതിയായിരുന്നു. എന്തൊരു അഴിമതിയായിരുന്നു. അതിനുശേഷം പിന്നീട് വി.എസ്. ശിവകുമാർ ആരോഗ്യമന്ത്രിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തെല്ലാം ആരോപണങ്ങളാണ് നേരിട്ടത്, അതിനെക്കുറിച്ചും കാർഡ് വരുന്നുണ്ട്. അടുത്തത് വീണ്ടും അടൂർ പ്രകാശ് തന്നെ, മകനെ തിരിച്ചു വരല്ലേ, സിവിൽ സപ്ലൈസ് അഴിമതി, സിവിൽ സപ്ലൈസിൽ സാധനങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അഴിമതി, അത് വീണ്ടും ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെടുകയല്ലേ. മകനെ തിരിച്ചു വരല്ലേ, വീണ്ടും സോളാർ പീഡന ആരോപണം, വീണ്ടും അടൂർ പ്രകാശ് തന്നെ. തിരിച്ചു വരല്ലേ, മന്ത്രിമാർ വിദേശത്ത് പോയത് 243 തവണ, 243 പ്രാവശ്യമാണ് പല മന്ത്രിമാരും വിദേശ രാജ്യത്തേക്കായിട്ട് പോയിട്ടുള്ളത്. അതുകൂടാണ്ട് തന്നെ അടുത്തത് വരുന്നുണ്ട്, തിരിച്ചു വരല്ലേ, നാടിന് നാണക്കേടായ സോളാർ കാലം. അടുത്ത ഒരു പോസ്റ്ററാണ്, മകനെ തിരിച്ചു വരല്ലേ, വി.എസ്. ശിവകുമാർ ദേവസ്വം ബോർഡിന്റെ അഴിമതി. നമുക്കറിയാലോ, ചെമ്പ് കമ്പി അടിച്ചുകൊണ്ട് പോയതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ അനുജനെതിരെ ഇപ്പോഴും കേസ് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും കോടതിയിൽ കേസ് നിൽക്കുന്നത്. ഏറ്റവും അവസാനം ഇതെല്ലാം കറങ്ങിത്തിരിഞ്ഞ് എത്തിപ്പെടാൻ പോകുന്ന ചില സ്ഥലങ്ങളുടെ സൂചിക കൂടിയാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്ത് വീണ്ടും ശബരിമല പാത്രം അഴിമതി. ശബരിമലയെ കുറിച്ചാണ് ഇപ്പോൾ UDF ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വി.എസ്. ശിവകുമാർ ദേവസ്വം ബോർഡ് മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന സമയത്ത് ശബരിമല പാത്രം അഴിമതി ഉണ്ടായിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ അത് നടന്നിട്ടുള്ള അഴിമതികളുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അനധികൃത സ്വത്ത് സമ്പാദന കേസ്,
ഈ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ VS ശിവകുമാറിനെ ഈ അടുത്ത കാലത്താണ് കുറ്റവിമുക്തനാക്കിയത്. ആ കുറ്റവിമുക്തനാക്കിയ വിധി പ്രസ്താവത്തിൽ ഒരു വൈരുദ്ധ്യമുണ്ട്. ആ വൈരുദ്ധ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതിൽ പറഞ്ഞിരിക്കുന്നത് VS ശിവകുമാർ സ്വത്ത് സമ്പാദിച്ചിട്ടില്ല, പക്ഷേ അദ്ദേഹവുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകളുടെയൊക്കെ സ്വത്തിൽ വളരെയധികം വർധനവുണ്ടായിട്ടുണ്ടെന്ന്. അതായത് ഒരു ബിനാമി കേസാണെന്ന് തോന്നുന്നു. വളരെ വിചിത്രമായിട്ടുള്ള ഒരു വിധി പ്രസ്താവമായി പോയി. അതേ എന്ന് പറയാനുള്ളൂ. ഈ പറഞ്ഞ അടൂർ പ്രകാശിന് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ബന്ധമുള്ളത്. അപ്പൊ വീണ്ടും LDF കൊണ്ടുവരുന്ന ആ ഇരുണ്ട കാലത്തിന്റെ ഓർമ്മയിലേക്കായിട്ട് കൊണ്ടുവരുന്നതാണ് മകനെ തിരിച്ചു വരല്ലേ അടൂർ പ്രകാശ് തന്നെയാണ് കേട്ടോ. ശബരിമല ഉണ്ണികൃഷ്ണൻ പോറ്റി ബന്ധം. ശബരിമല ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യമായിട്ട് ശബരിമലയിൽ കൊണ്ടുവരുന്ന കാലഘട്ടം KC വേണുഗോപാൽ ദേവസ്വം മിനിസ്റ്ററായിട്ടിരിക്കുന്ന സമയത്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ MP രാജേഷ് മന്ത്രി പറഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് പ്രതികരിക്കാനായിട്ട് ഒരു കോൺഗ്രസ് നേതാവും തയ്യാറായിട്ടില്ല. അത് നിയമസഭയ്ക്കകത്തും ഉന്നയിക്കപ്പെട്ടു. അവിടെയും മറുപടി പറയാൻ സാധിക്കാതെ വന്നപ്പോഴത്തേക്കാണ് നിയമസഭയ്ക്കകത്ത് ബഹിഷ്കരണം നടത്തി പുറത്തു വന്ന് അഭ്യാസ സമര നാടകം കാണിച്ചതെന്ന് ഓർക്കണം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് വരുമ്പോഴത്തേക്ക് മകനെ തിരിച്ചു വരല്ലേ KSRTC കട്ടപ്പുറത്ത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്ന് ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു ഗതാഗത വകുപ്പ് മന്ത്രി. അന്ന് KSRTCയിലേക്ക് അവസ്ഥ എന്തായിരുന്നേ? 3 മാസം 4 മാസം കൂടുമ്പോഴെങ്കിലും ശമ്പളം കിട്ടുമായിരുന്നോ? എന്തൊരവസ്ഥയായിരുന്നു അന്നത്തെ. ഒന്ന് ആലോചിച്ച് നോക്കാം ഓരോരുത്തരും. അന്നത്തെ ബസ്സുകളുടെ അവസ്ഥയാണ്. അന്നത്തെ ബസ്സുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമായിരുന്നു. അത് മാത്രമല്ല, അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് ആര്യാടൻ മുഹമ്മദ് ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്, ഇങ്ങനെ പോയാൽ വൈകാതെ KSRTC പൂട്ടിക്കെട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് സംസ്ഥാനം എത്തിക്കുമെന്ന് പറഞ്ഞത്. ആ നിലയിൽ നിന്ന് ഇന്ന് KSRTC എത്രത്തോളം വളർന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും. അടുത്തതാണ് മകനെ തിരിച്ചു വരല്ലേ ആര്യാടൻ മുഹമ്മദിന്റെ കാര്യമാണ്. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒന്ന് ആലോചിച്ച് നോക്കുക. അന്ന് ആ സമയത്തുണ്ടായിരുന്ന പവർ കട്ടും ലോഡ് ഷെഡിങ്ങിനെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി. എത്ര ഭയാനകമായിരുന്നു അത്. കാരണം ദിവസത്തിൽ 2-3 മണിക്കൂർ കറണ്ട് ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നില്ലേ? പക്ഷെ ഇന്നിപ്പോൾ വൈദ്യുതി ചാർജിൽ ലേശം വർധനമുണ്ട് എങ്കിലും വൈദ്യുതി കിട്ടുന്നുണ്ടല്ലോ, വൈദ്യുതി ലഭ്യമാണല്ലോ, കറണ്ട് കട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വിഷയമാണ്. അടുത്തത് വീണ്ടും വരുന്നത് ഇബ്രാഹിം കുഞ്ഞും ആര്യാടൻ മുഹമ്മദും ഒക്കെ നമ്മളിന്ന് വേർപെട്ടു പോയി. എങ്കിൽ തന്നെയും ഈ പാലാരിവട്ടം പാലത്തെ ആരെങ്കിലും മറക്കുമോ? പാലാരിവട്ടം പാലത്തെ പഞ്ചവടി പാലം എന്നല്ല പറഞ്ഞിരുന്നത്. അപ്പോൾ ആ പാലാരിവട്ടം പാല പണിയിലൊക്കെ നടന്നിട്ടുള്ള വൻ അഴിമതി, ആ അഴിമതിയൊക്കെ കാണാതിരിക്കാൻ വേണ്ടി സാധിക്കുമോ? ഇല്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നെ അടുത്തതാണ് മകളെ തിരിച്ചു വരല്ലേ PK ജയലക്ഷ്മി. ആദിവാസി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായതാണ്. 2015-2016 കാലഘട്ടത്തിലെ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് മകനെ തിരിച്ചു വരല്ലേ കെ ബാബുവിന്റെ ബാർക്കോഴയെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമുണ്ടോ? അതെല്ലാവർക്കും അറിയാവുന്ന ഒരു സബ്ജക്റ്റാണ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹം ഇന്ന് മത്സരിക്കാൻ ഇനി തൃപ്പൂണിത്തുറയിലേക്ക് ഇല്ല എന്ന് പറഞ്ഞു. അത് അദ്ദേഹം കാണിച്ചിരിക്കുന്ന ഒരു മാന്യതയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൂടാണ്ട് തന്നെ പ്രായമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അദ്ദേഹം പുതിയ തലമുറയ്ക്ക് ഒരു അവസരം എന്നുള്ള രീതിയിൽ മാറിക്കൊടുക്കുന്നത് നല്ലതാണ്. എനിക്കൊന്ന് 8-10 പ്രാവശ്യം ഇപ്പോൾ അദ്ദേഹം MLA ആയി കഴിഞ്ഞിട്ടുണ്ട്. ഒരു പ്രാവശ്യം മാത്രമാണ് അദ്ദേഹം പരാജയപ്പെട്ടിട്ടുള്ളത്. അത് M സ്വരാജിനോട് 2016-ലാണ്. അതിനു മുമ്പ് പല പ്രാവശ്യം അദ്ദേഹം തൃപ്പൂണിത്തുറ നിന്നുകൊണ്ട് MLA ആയിട്ടുണ്ട്. അദ്ദേഹം അങ്കമാലിക്കാരനാണ്. അദ്ദേഹം നല്ല ഒരു ജനകീയനായിട്ടുള്ള തന്നെ ഒരു MLA ആണ്. അതിനകത്ത് ആർക്കും ഒരു സംശയമില്ല. എല്ലാവർക്കും കെ ബാബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ബാബുച്ചേട്ടനാണ് തൃപ്പൂണിത്തുറ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അടുത്ത് വീണ്ടും വരുന്നു മകനെ തിരിച്ചു വരല്ലേ സർക്കാർ ചെലവിൽ 6 ഡ്രൈവർമാർ. അതായത് ഒരു മന്ത്രിക്ക് 6 ഡ്രൈവർമാരെ വെച്ചൊരു മന്ത്രിയാണ് VS ശിവകുമാർ എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്തെല്ലാമായിരുന്നു ഈ നാട്ടിൽ നടന്നുകൊണ്ടിരുന്നതെന്ന്. അടുത്തത് MK മുനീർ. സർക്കാർ ചെലവിൽ 32 വിദേശയാത്ര. 32 വിദേശയാത്രകളാണ് ഈ പറഞ്ഞ MK മുനീർ നടത്തിയിട്ടുള്ളത്. ഈ മന്ത്രിസഭയിലെ ഏത് മന്ത്രിക്കെതിരെ ഇങ്ങനത്തെ ഒരു ആരോപണം കൊണ്ടുവരാൻ വേണ്ടി പറ്റും? അതായത് 5 വർഷം മന്ത്രിയായിട്ടിരുന്ന VS ശിവകുമാർ 32 പ്രാവശ്യം വിദേശത്ത് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലത്തെ അവസ്ഥ എന്താണ്? 32 എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വർഷം 2.5 പ്രാവശ്യം വെച്ചിട്ട് അദ്ദേഹം വിദേശ രാജ്യം സന്ദർശിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായില്ലേ? അടുത്തത് മകനെ തിരിച്ചു വരല്ലേ 256 കോടിയുടെ ടൈറ്റാനിയം അഴിമതി. അപ്പൊ നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് ഈ അഴിമതികളെ കുറിച്ചെല്ലാം വിശദമായിട്ട് തന്നെ സംസാരിച്ചു പോകാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ വരും ദിവസങ്ങളിലെ വീഡിയോയിലൊക്കെ നമുക്ക് പറഞ്ഞു പോകാം. അതേ സമയത്ത് തന്നെ പ്രതിപക്ഷത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അഴിമതികൾ ഇതുവരെയെങ്കിലും ഈ ഭരണപക്ഷത്തിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ടോ? ഒരു അഴിമതി കൃത്യമായിട്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തു കൊണ്ടുവരാനായിട്ട് ഈ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ആ ഒരു ഇരുണ്ട കാലം അത് പ്രത്യേകമായിട്ടൊരു ട്രെൻഡ് സെറ്റായിട്ട് കേരളത്തിൽ മാറും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയവും വേണ്ട. കാരണം അതേ രീതിയിലാണ് ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു കടക്ക് പുറത്ത് എന്നുള്ളൊരു ക്യാപ്ഷന് പുറകെ പോയ UDFനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് ഇരുണ്ട കാലത്തെ അഴിമതികൾ പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് അതിനെ UDF ഏത് രീതിയിൽ പ്രതിരോധിക്കും എന്നുള്ളത് കണ്ടറിഞ്ഞ് കാണേണ്ട ഒരു കാര്യമാണ്. കാരണം ഫേക്ക് ഐഡികളൊക്കെ വെച്ചിട്ട് കുറച്ചൊക്കെ തടഞ്ഞു നിർത്താൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടായേക്കാം. പക്ഷേ
ആ ശ്രമവും വിജയത്തിലെത്തില്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ഏതൊക്കെയാലും ഈ ഒരു വിഷയത്തിൽ പറയാനുള്ള ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇരുണ്ട കാലം കേരളത്തിൽ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. കടക്ക് പുറത്ത് തൽക്കാലം ഇപ്പോൾ സീനിൽ നിന്ന് പുറത്താണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം.